നമസ്കാരം. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്. ബിഷപ്പ് ഫിലിപ്പിന്റെ അഭിമുഖം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കിച്ചു സുധിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ ചർച്ചകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രൂപത്തിൽ സംസാര വിഷയമായി മാറിയതാണ്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ഈ അഭിമുഖത്തെ കുറിച്ച് പ്രതികരിച്ചിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ബ്ലോഗറായ വിവിയും ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ആ അഭിമുഖം കണ്ടപ്പോൾ കോമഡി ആയിട്ടാണ് തോന്നിയത്. ഈ പറയുന്ന വ്യക്തി യൂട്യൂബേഴ്സിന് ഫോൺ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? ആ ഇന്റർവ്യൂ കൊടുത്ത ചാനലിനെതിരെ കേസ് വളരെ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുമുണ്ട്. ഈ പുള്ളി എങ്ങനെയാണ് സ്വിച്ചിട്ട പോലെ മാറി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. വലിയൊരു പൊസിഷനിലെത്തേണ്ട വ്യക്തിയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നെല്ലാം തന്നെ എന്നെ ആശ്ചര്യപ്പെടുത്തു എന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്. രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. കാര്യം അവർക്ക് സുഖമില്ല എന്ന സത്യമായ കാര്യമാണ്. ഇനിയും അടുത്തിടെ സത്യമായ കാര്യം തന്നെയാണത്. ഈ അടുത്തിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് ഉപേക്ഷിച്ചു പോയത്. അവിടെ ഗുണമായാലും ദോഷമായാലും പറയാൻ എനിക്ക് താല്പര്യമില്ല. കിച്ചുവിനെ ഭീഷണിപ്പെടുത്തുകയാണ് അദ്ദേഹം. എനിക്ക് ഇവിടെ ഒരു മുറിയുണ്ട്, നീ വേണമെങ്കിൽ വന്ന് അവിടെ കിടന്നു, നിങ്ങളൊക്കെ ഉണ്ടല്ലോ. നേരത്തെ പറഞ്ഞത് അങ്ങനെയാണ്. ഋതപ്പനും കിച്ചുവും കൊടുത്ത വീടാണത്, വേറെ ആർക്കും കൊടുത്ത വീടല്ല. എന്തൊക്കെയാണ് നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത്? നിങ്ങൾ പറഞ്ഞതും അച്ഛനെയും സംസാരിച്ചതുമായ കാര്യങ്ങൾ എല്ലാവരുടെയും കയ്യിലുമുണ്ട്. തങ്കച്ചൻ എന്ന പരാതി രാത്രി പോയി കിച്ചുവിനെ സ്റ്റേഷനിൽ നിന്നും ഇറക്കിയത്. അങ്ങനെ എന്തെല്ലാം പറഞ്ഞിരുന്നു. അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നില്ല ഒന്നും. ഒരു പുരോഹിത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ പറ്റി കണിയല്ല ഇത്. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. രേണുസുധി കിച്ചു ലൂപ്പിൽ കിടന്ന് കറങ്ങുക എന്തുകൊണ്ടാണ് ഇനിയും മനസ്സിലായിട്ടില്ല. വസ്തു കൊടുക്കാനുള്ളത് കൊടുത്തു, അത് നിങ്ങൾ ചെയ്ത നല്ല കാര്യം. രേണുവിന്റെ വീട്ടിൽ പ്രാർത്ഥിച്ചു ഒക്കെ നല്ല കാര്യം. രോഗിയായവരുടെ ശുശ്രൂഷ വെച്ച് പുലർത്തിയതും ശരിയല്ലല്ലോ. നീ സഹായിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നില്ല. അനേകരുടെ സഹായം കൊണ്ടാണ് നീ ഈ അവസ്ഥയിലെത്തിയത്. ദൈവത്തെ വിളിച്ച് ശാന്തമായി ജീവിക്കണമെന്നാണ് നിന്നോട് പറയാനുള്ളത്. അത് പറയാനുള്ള അധികാരം എനിക്കുണ്ട്. ഇത്തരത്തിൽ നീളുന്നു അച്ഛന്റെ വാക്കുകൾ. എന്തായാലും സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ കിച്ചു സുധിയും രേണു സുധിയും തമ്മിലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളെല്ലാം തന്നെ വലിയ രൂപത്തിൽ വാർത്തയെ വരുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം എന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.